ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാവം എന്റെ ചന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ഭക്ഷണമാ പാഴാക്കി കളഞ്ഞ ശാപം കിട്ടും. അതിനിടയില് എന്റെ ഭാര്യയെ മുത്തശ്ശിയായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാൻ നിനക്ക് സമയമില്ലടോ. നടക്ക്, വാ എങ്ങോട്ട് നടക്കുന്നേ. നീ പോ, ഞാൻ വരാം. മോളെ, വിക്രമിന് മാനസിക പ്രശ്നം വല്ലതും ഉണ്ടോ? എന്തോ അച്ഛമ്മയ്ക്ക് ഈയിടെയായിട്ട് അങ്ങനെ ഒരു തോന്നല്. അങ്ങനെയൊന്നുമില്ല. മാനത്തും മഴ കൊണ്ട പോലെ മുഖം കറക്കും, പെട്ടെന്ന് തെളിയും, വീണ്ടും കറക്കും. ഇതൊരു തരം മാനസിക രോഗമല്ലാതെ മറ്റെന്താ മോളെ? അച്ഛമ്മേ, അത് പിന്നെ സുഹൃത്തായ നിരഞ്ജനെ പിണക്കാനും വയ്യ, പിണക്കാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഏട്ടന്, അല്ലാതെ മറ്റൊരു പ്രശ്നമല്ല അച്ഛമ്മേ. ആരായി നിരഞ്ജൻ? അയാൾ ഏട്ടന്റെ സുഹൃത്ത് മാത്രമാണോ? അതിലുപരി എന്തൊക്കെയോ രഹസ്യ ഇടപാടുകളില്ലേ? അതെന്തായിരിക്കും? ജോലി നഷ്ടപ്പെട്ട കാര്യം ചന്ദ്രയോട് പറയാൻ മനസ്സനുവദിക്കുന്നില്ല. ഭക്ഷണപ്പൊതിയും തന്ന് ഭർത്താവിനെ യാത്രയാക്കിയെന്ന് വിശ്വസിച്ച് അവൾ വീട്ടിൽ കഴിയുകയാവും. ഞാനാണെങ്കിൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അലഞ്ഞു നടക്കുക. ഭഗവാനെ, എന്തൊരു ദുർവിധിയായത്! എങ്ങനെങ്കിലും നാളെ നേരം വെളുക്കുന്നവരെ സമയം കഴിച്ചു കൂട്ടണം. കൃഷ്ണ, ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. ഓ, നല്ല ക്ഷീണവും വിശപ്പും ഉണ്ട്. വിശപ്പുണ്ട്, പക്ഷേ ഭക്ഷണം ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. തൊണ്ടയൊക്കെ ഒരുമാതിരി വരണ്ടിരിക്കുന്ന പോലെ. കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കാൻ മറക്കരുത്. ഗുളിക കഴിക്കുന്ന ആളാണെന്നുള്ള ഓർമ്മ വേണം. ഈ വയസ്സുകാലത്തെ കഷ്ടപ്പെട്ട് മാധവേട്ടൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാ. ഒരു തരം ആഹാരം പോലും പാഴാക്കി കളയരുത്. ഇല്ല, ഇപ്പോഴും ഒരു നേരത്തെ ആഹാരമില്ലാതെ പട്ടിണി കിടക്കുന്ന ആയിരങ്ങളുണ്ട് നാട്ടില്. ഇതിൽ നിന്നും ഒരു തരി പോലും പാഴാക്കരുത്. ഇല്ല. ദേ, ഇത് ആഹാരത്തിന് ശേഷമുള്ള ഗുളികയാണ്, മറക്കരുത്. ഇല്ല, ചന്ദ്രന്റെ കാര്യം എല്ലാം ഓർമ്മിപ്പിച്ചില്ലേൽ മാധവേട്ട് മറക്കും. ഓ, ഈശ്വര, ഇനി എന്ത് ചെയ്യും? പാവം എന്റെ ചന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ഭക്ഷണമാ
പാഴാക്കി കളഞ്ഞ ശാപം കിട്ടും. എന്തു വേണം? ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പാണെ സഹിക്കാൻ വയ്യ. സാധാരണ വിശന്ന് വരുമ്പോ ഒരു നേരത്തെ ആഹാരം ആ ഹോട്ടലിൽ നിന്ന് തരാറുള്ളതാ. ഇന്നാണേൽ ആ ഹോട്ടല് തുറന്നതുമില്ല. ചേട്ടാ, ഇത് എനിക്ക് കഴിക്കാനായിട്ട് എന്റെ ഭാര്യ തന്നുവിട്ട ചോറാ. ഇത് കഴിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കെന്തോ തീരെ വിശപ്പില്ല. ഈ ആഹാരം എന്ത് ചെയ്യണമെന്ന് കരുതിയിരുന്നപ്പോഴാ ദൈവമായിട്ട് ചേട്ടനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ഉം. എന്റെ ഭാര്യ എനിക്കായി ഉണ്ടാക്കി തന്ന ആഹാരം കഴിക്കാനുള്ള യോഗം ചേട്ടനാ. ഇതാ കഴിക്കേ. ദൈവം അനുഗ്രഹിക്കും. മാനത്തെ കൊട്ടാ